സർ, യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് ഇന്നലെ വാരാന്ത്യത്തിൽ യുഎസ് വിപണി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചിക 1.05% നേട്ടത്തോടു കൂടി 37,863.8 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 1.7% നേട്ടത്തിൽ 15,310.97 എന്നൊരു റേഞ്ചും, S&P 500 1.23% നേട്ടത്തോടു കൂടി 4,839.81 എന്നൊരു റേഞ്ച് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും യുഎസ് വിപണിയിൽ ശക്തമായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അടുത്ത ആഴ്ച തിങ്കളാഴ്ചത്തേക്ക് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഇതേ ഫോറത്തിൽ നമ്മൾ ഡൗ ജോൺസും നാസ്ഡാക്കിനെ കുറിച്ച് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. ആൻഡ് ഞാൻ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് പറയുകയായിരുന്നു, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് ഞാൻ കാണുന്നതായിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സും നാസ്ഡാക്കും നമുക്ക് നേട്ടം നൽകിയിരിക്കുന്നത്. ബോത്ത് ഇൻഡിസസ് എക്സ്ട്രീംലി സ്ട്രോങ് ബുള്ളിഷ് അണ്ടർടോൺ. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന് 37,200 37,300 അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു ഇന്നലെ ശക്തമായിട്ട് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ടാർഗറ്റ്സ്. ആദ്യത്തെ 38,100 അതിനെ തുടർന്ന് 38,600 പോയിന്റിലും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന റെസിസ്റ്റൻസ് ഏരിയ 17,000 പോയിന്റ് ആയിരുന്നു. ഇന്നലെ അത് ഡിസൈസീവ് ആയിട്ട് അത് ബ്രേക്ക് ഔട്ട് നടത്തിയിരുന്നു. ഇനി നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന രണ്ട് മേജർ ടാർഗറ്റ്സ്. ആദ്യത്തെ 17,800 അതിനെ തുടർന്ന് 18,300 പോയിന്റിലും. സർ, കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ WTI ക്രൂഡിൽ ഇന്നലെ ഒരു നേരിയൊരു ആദ്യ ഇൻട്രാഡേയിൽ ഒരു ചഞ്ചലപ്പെട്ട ഒരു വിപണിയെ തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.7% ഇടിവിൽ 73.43 എന്നൊരു നിലവാരത്തിലാണ്. ബ്രെന്റിലേക്ക് വരികയും 0.63% ഇടിവിൽ $78.6 എന്നൊരു നിലവാരത്തിലുമായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് US ഇൻവെന്ററിയിൽ ഉണ്ടായിട്ട് ഒരു ഇടിവൊക്കെ ആദ്യം ഒരു പോസിറ്റീവ് മൊമെന്റം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് വലിയ തോതിൽ ഒരു മുന്നേറാൻ ബ്രെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രെന്റുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് എ കൺസോൾട്ടേഷൻ. ആൻഡ് നമ്മൾ വി ഷുഡ് കണ്ടിന്യൂ ടു ബി പോസിറ്റീവ് ഇൻ ദി ഔട്ട്ലുക്ക്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെൻഡോ ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഇതിന്റെ ഒന്നിന്റെ വില താഴോട്ട് പോകുന്നില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ വീണ്ടും തിങ്കളാഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $75. $75 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതേസമയം സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $69 ആയിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി സാറിന്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് പറയൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ ഒരു മന്ത് തുടങ്ങിയതിനു ശേഷം വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടർച്ചയായിട്ടൊരു ഇടിവിന് ശേഷം ഇന്നലെ ഒരു നേരിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.5% നേട്ടത്തോടു കൂടി $231.8 ട്രൈ ഓൺസിന് $231.8 എന്നൊരു നിലവാരത്തിലുമായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും നേരിയ തോതിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ടോ? മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഫോർച്ചുനേറ്റ്ലി സ്വർണത്തിന്റെ കേസിൽ ദ ട്രെൻഡ് ഇസ് സൈഡ് വേസ് ഓൺലി. ആൻഡ് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു സ്വർണത്തിന്റെ വില $240 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. സ്വർണത്തിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ $260 മുകളിൽ ക്ലോസ് ചെയ്യണം. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പുതിയ ലോങ് പൊസിഷനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $1,990 സപ്പോർട്ട് വാച്ച് ചെയ്തിരിക്കുക.
സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്ന തുടർച്ചയായിട്ടുള്ളൊരു ഇടിവിന് ശേഷം നേരെ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടൊരു ദിവസമായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 21,622.4 എന്ന റേഞ്ചിൽ 0.75% നേട്ടത്തോടു കൂടിയാണ്. എന്നാൽ അവരുടെ ഒരു ക്ലോസിംഗ് നല്ലൊരു മുന്നേറ്റത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതിലും ഇൻട്രാഡേ ഹൈ ലെവലായിട്ടുള്ള 21,670.6 എന്നൊരു ലെവലിൽ നിന്നും ഏകദേശം 50 പോയിന്റിന്റെ കുറവോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. NSEയിൽ ഇനി സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? വീണ്ടും ഒരു ബുള്ളിഷ് മൊമെന്റം ഇതിൽ ക്രിയേറ്റ് ചെയ്തു വരുന്നുണ്ടോ? സോ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ നിഫ്റ്റി 50 22,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2-3 സെഷൻസിനിടയ്ക്ക് നിഫ്റ്റി 50 വീണ്ടും 22,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി ഇന്ന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കമ്പനി ഈസ് റിലയൻസ് ഇൻഡസ്ട്രി. സോ റിലയൻസ് ഇൻഡസ്ട്രി ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം റിലയൻസ് ഇൻഡസ്ട്രി റിസൾട്ട്സ് അനൗൺസ് ചെയ്തിരുന്നു. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2,760 രൂപ. 2,760 രൂപയുടെ സപ്പോർട്ടിന്റെ മുകളിൽ റിലയൻസ് ഇൻഡസ്ട്രി ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിഫ്റ്റി 50 വിൽ ബ്രേക്ക് 22,000. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 2,690 രൂപ. 2,690 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിഫ്റ്റി ബാങ്കും ഇന്നലെ ഒരു വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 0.03% ഇടിവിൽ 45,701.15 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ഓഹരികളെല്ലാം തന്നെ ഇടിവിലായിരുന്നു അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ സൂചികനെ ഡ്രാഗ് ചെയ്തതും എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിലല്ല പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വീണ്ടും നമുക്ക് HDFC ബാങ്കിൽ കണ്ട വീക്ക്നെസ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിന് താഴോട്ട് വലിച്ചത്. ബട്ട് ഐ തിങ്ക് ദാറ്റ് HDFC ബാങ്കിന് ഇസ് ബിക്കമിങ് എ ലിറ്റിൽ ബിറ്റ് ഓവർസോൾഡ് സിറ്റുവേഷനിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഷോർട്ട് കവറിംഗ് കാണാറുണ്ട്. സോ HDFC ബാങ്കിന്റെ കേസിൽ ഐ എം എക്സ്പെക്ടിങ് എ പുൾ ബാക്ക്. ആ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതൊരു തിരിച്ചൊരു ബുള്ളിഷ് അണ്ടർടോൺ ആയിട്ട് നമ്മൾ കരുതാൻ പാടില്ല. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 46,400 രൂപ പോയിന്റിലായിരിക്കും. 46,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 47,600 പോയിന്റ് ആയിരിക്കും. ആസ് എ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 45,400 പോയിന്റ്. സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം പുറത്തു വന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പാദഫലങ്ങൾ തന്നെയായിരിക്കും ഇന്നൊരു പക്ഷേ വിപണിയുടെ ഗതിയെ തന്നെ നിർണ്ണയിക്കുക. ഏതായാലും റിലയൻസിനെ സംബന്ധിച്ച് തന്നെയാണ് സാറിന്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വന്ന ഒരു റിസൾട്ടിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു മികച്ച പാദഫലം തന്നെയായിരുന്നു കമ്പനി പുറത്തു വിട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും എബിറ്റയിലൊക്കെ വലിയ തോതിലൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസോളിഡേറ്റഡ് റവന്യൂയിലേക്ക് വരികയും 10%-ലധികം നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഒരു O2C ഓയിൽ ടു കെമിക്കൽ കമ്പനി സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു നേരിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല കമ്പനിയുടെ എക്സ്ചേഞ്ച് ഫയലിംഗ് അനുസരിച്ച് പറയുകയാണെങ്കിൽ എബിറ്റയിലൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിന് പ്രധാനമായിട്ടും സഹായിച്ചിരിക്കുന്നത് അവരുടെ റീറ്റെയിൽ സെഗ്മെന്റും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിന്റെയും ഒരു വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസോട് കൂടിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഇന്നത്തെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടർടോൺ ഇൻ റിലയൻസ് ഇൻഡസ്ട്രി വളരെ ബുള്ളിഷായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ പാനിക് ഒന്നും ചെയ്യണോ എന്ന്. ബട്ട് റിലയൻസ് ഇൻഡസ്ട്രിയിൽ തിരിച്ച് നമ്മൾ ഇന്നൊരു റിക്കവറി കാണണമെങ്കിൽ 2,760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 2,690 രൂപയായിരിക്കണം.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം HUL അവരുടെ ഒരു പാദഫലം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ അട്ടാദായം 2519 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു പാദഫലമാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ പാദങ്ങളിലെ FMCG കമ്പനികളുടെ ഒരു പാദഫലം മൊത്തത്തോട് അനലൈസ് ചെയ്യുകയാണെങ്കിലും കഴിഞ്ഞ പാദത്തിലും ഒരുപക്ഷെ അവർ ഏറ്റവും കൂടുതൽ പുറകോട്ട് അവർ ഡ്രാഗ് ചെയ്തിരുന്നത് ഈ ഒരു റൂറൽ ഡിമാൻഡിലുണ്ടായ കുറവ് തന്നെയാണ്. ആ ഒരു റൂറൽ ഡിമാൻഡ് റിക്കവറി കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് റിസൾട്ട് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. HULുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇന്ന് ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ട്സ് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് തന്നെയായിരുന്നു. സോ യുനോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു നേട്ടവും നൽകിയിട്ടില്ല. ഇറ്റ് ഹസ് ബീൻ ട്രേഡിംഗ് ഫ്ലാറ്റ്. സോ പേഴ്സണലി എൻ്റെ അടുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ട്രേഡിംഗിൽ 2600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ then it is better to avoid a long position in the stock. So that is the resistance level നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ ഇന്നൊരു കാര്യമായിട്ടൊരു സെല്ലിംഗ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് അങ്ങനെ ഒരു സെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ 2500 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. യെസ് സർ. അതിനോടൊപ്പം തന്നെ സർ പല തവണ ഈ ഒരു ഫോറത്തിൽ വളരെ വാച്ച് ചെയ്യാൻ സജസ്റ്റ് ചെയ്ത ഒരു ഓഹരിയായിരുന്നു ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്നത്. ഇന്നലെ ന്യൂ ഇന്ത്യ അഷുറൻസിലേക്ക് നോക്കുകയാണെങ്കിലും 9.99% നേട്ടത്തോടു കൂടി 243.3 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 1 രേഖപ്പെടുത്തിയ 261.9 എന്നൊരു റേഞ്ചുമാണ്. അതിനുശേഷം ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു കഴിഞ്ഞ മാസത്തിനിടയിൽ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഇന്നലത്തെ ഒരു പ്രകടനത്തിൽ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. NICLുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് അനില പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ ഒത്തിരി ആഴ്ചകളായിട്ട് നോട്ട് ഓൺലി NICL ബട്ട് ഓൾസോ GICRE ഈ രണ്ട് സ്റ്റോക്സും ഞാൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്റ്റോക്സ് ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ വളരെ ശക്തമായ ക്ലോസിനെ തുടർന്ന് പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കില് NICLന്റെ കേസിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 256 രൂപയായിരിക്കും. 256 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 270, അതിനെ തുടർന്ന് 285, അതിനെ തുടർന്ന് 300 ആൻഡ് ഫൈനലി 330 രൂപയും. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ്. സർ. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ്. ഓഹരി ഇന്നലെ 5.6% നേട്ടത്തോടു കൂടി 300 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 23 രേഖപ്പെടുത്തിയ 379.5 എന്നൊരു റേഞ്ചാണ്. ആ ഒരു 52 വീക്ക് ഹൈ റേഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ടൊരു ഇടിവ് തന്നെയായിരുന്നു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്താൻ ഇതുവരെ ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും നേരിയ തോതിലെങ്കിലും ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനോ പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപകൻ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Fino Payments Bank is a turnaround stock. ആൻഡ് അനില പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു നേരിട്ടത്. ആൻഡ് ഇത് ചെറിയ തോതിലല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ തോതിൽ തന്നെ തിരിച്ചൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റത്തിലോട്ട് നമ്മൾ ഈ സ്റ്റോക്ക് വരുന്നതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 316 രൂപയുടെ റെസിസ്റ്റൻസ്. 316 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസസ് ആദ്യത്തെ 330 രൂപ, അതിനെ തുടർന്ന് 340 രൂപ, അതിനെ തുടർന്ന് 360, അതിനെ തുടർന്ന് 390 രൂപയും. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ ചുരുങ്ങിയത് ഒരു 25 മുതൽ 45 രൂപയുടെ നേട്ടമെങ്കിലും ഈ സ്റ്റോക്ക് കറന്റ് ലെവൽസ് നിന്ന് നൽകും.
സർ അതിനോടൊപ്പം തന്നെ സാറിനോട് നൈക്കയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹരി ഇന്നലെ നോക്കുകയാണെങ്കിൽ 3.46% നേട്ടത്തോടു കൂടി 171.7 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും ജനുവരി 10 രേഖപ്പെടുത്തിയ 195.5 എന്നൊരു റേഞ്ചാണ്. പിന്നീട് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നൈക്കയെ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്? The short and long term trend is very much bullish, and സ്റ്റോക്കിന് 160 രൂപയിൽ നല്ലൊരു ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസും ഫോം ചെയ്യുന്നുണ്ട്. നാച്ചുറലി ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവൂ. സോ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ആ ഒരു ലോങ് ടേമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. നാച്ചുറലി അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു ഹയസ്റ്റ് ലെവൽ 190, 195 അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ് സോൺ. സർ ഏതായാലും പ്രേക്ഷകർ ധാരാളം ക്വയറീസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. REC ഇന്നലെ 6.76% നേട്ടത്തോടു കൂടി 453 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 14 രേഖപ്പെടുത്തിയ 454.75 എന്നൊരു റേഞ്ച്, അതായത് ഇന്നലെ ആ ഒരു 52 വീക്ക് ഹൈക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RECയിലേക്ക് മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഡിസംബർ മിഡിലോടുകൂടി സ്റ്റോക്കിൽ നമുക്കൊരു നല്ല കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചു. എൻ്റെ അല്ല പറഞ്ഞതുപോലെ ഇന്നലത്തെ ട്രേഡിംഗിൽ ആ 52 വീക്ക് ഹൈയുടെ തൊട്ടടുത്ത ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ആ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 465 രൂപയിലായിരിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 ടാർഗറ്റ്സ് 480 അതിനെ തുടർന്ന് 510 സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സർ സംഗീത് സന്തോഷ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 3.97% നേട്ടത്തോടു കൂടി 1278.95 എന്നൊരു റേഞ്ചിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഡിസംബറിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ട ഒരു ഓഹരി കൂടിയായിരുന്നു. ഡിസംബറിൽ 20 രേഖപ്പെടുത്തിയ 1380 എന്നൊരു റേഞ്ചാണ് 52 വീക്ക് ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ അഗെയിൻ വെരി വെരി ബുള്ളിഷ്, ആൻഡ് സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 1320 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മേജർ റെസിസ്റ്റൻസ് 1400 രൂപയിലെ കാണുന്നുള്ളൂ. ആൻഡ് 1400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 100-150 റുപ്പീസിന്റെ നേട്ടം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ട്രെൻഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 3220.75 എന്ന നിലവാരത്തിൽ 1.84% നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ ഓഹരിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും ജനുവരി 12 രേഖപ്പെടുത്തിയ 3240.95 എന്നൊരു റേഞ്ചാണ്. ട്രെൻഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? Undertone again is very very bullish, and stock is set to break into a new all-time high. So നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 3240. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിക്കാവുന്ന 3310, അതിനെ തുടർന്ന് 3370 രൂപയും. ആസ് എ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെവൽ വിൽ ബി 3085, 3085 രൂപയായിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. സർ മറ്റൊരു പ്രേക്ഷകൻ ജോൺസൺ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആപ്ടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 2.22% നേട്ടത്തോടു കൂടി 282.7 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 മെയ് 30 രേഖപ്പെടുത്തി 422.82 എന്നൊരു റേഞ്ചാണ്. അതിനുശേഷം ശക്തമായിട്ടൊരു ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ആപ്ടെക്കുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് ടേമിലേക്ക് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്?
ക്യാപ് സ്റ്റോക്ക് ആൻഡ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട്. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം സ്റ്റോക്ക് 315 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 315ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. യെസ് സർ, മറ്റൊരു പ്രേക്ഷകൻ MOIL ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3.07% നേട്ടത്തോടു കൂടി 332 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 17 രേഖപ്പെടുത്തിയ 342 എന്നൊരു റേഞ്ചാണ്. MOIL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് കഴിഞ്ഞ നവംബറിന് ശേഷം സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 സെഷൻസ് ആയിട്ട് സ്റ്റോക്ക് ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദിസ് ഇസ് MOIL. 342 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ, അടുത്തതായിട്ട് മറ്റൊരു പ്രേക്ഷകൻ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. 8.2% നേട്ടത്തോടു കൂടി 94.35 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരി ഇന്നലെ ഒരു പുതിയൊരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 95.9 എന്നൊരു റേഞ്ച് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു 52 വീക്ക് ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ്. NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? MOILനെ പോലെ തന്നെ എക്സ്ട്രീംലി ബുള്ളിഷ് അണ്ടർടോൺ. കറന്റ് ലെവൽസിൽ നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ ഇപ്പൊ കാണുന്നില്ല. കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ. ഇന്നലത്തെ ഹൈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ഇതേ ലെവൽസിൽ ആഡ് ചെയ്യാം. യെസ് സർ, രോഹിത് എന്നൊരു പ്രേക്ഷകൻ IRFCയെ സംബന്ധിച്ചിട്ടാണ് സാറിനോട് ചോദിച്ചിരിക്കുന്നത്. IRFCയിലേക്ക് ഇന്നലെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെയും ഏകദേശം 9.98% നേട്ടത്തോടു കൂടി വീണ്ടും ഒരു സർവകാല ഉയരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 160.85 എന്നൊരു റേഞ്ച്, ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്റ്റോക്കിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ആ വീക്ക്നെസ് മുഴുവൻ തുടച്ചു മാറ്റിയിട്ടായിരുന്നു ഒരു ശക്തമായിട്ടൊരു ക്ലോസിംഗ് നമുക്ക് IRFCയിൽ കാണാൻ സാധിച്ചത്. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ബട്ട് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. IRFCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ ഇതേപോലെ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് അണ്ടർടോൺ നമുക്ക് കാണാൻ സാധിച്ചു. റെയിൽ ടെല്ല് കാണാൻ സാധിച്ചു. റെയിൽ ടെല്ലും ഒരു സർവകാല റെക്കോർഡിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇർക്കോൺ നോക്കുമ്പോഴേക്കും ക്ലോസ്ഡ് അറ്റ് ഓൾ ടൈം ഹൈ. IRCTC നോക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ഫൈനലി RVNL നോക്കിക്കഴിഞ്ഞാൽ സർവകാല റെക്കോർഡിൽ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്ത്. ഈ സ്റ്റോക്കിൽ ഒന്നിലും തന്നെ എനിക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു യുവർ ലോങ്സ്. യെസ് സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 0.67% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ പോലും ഇന്നലെ ഒരു പുതിയൊരു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 52.8 എന്നൊരു നിലവാരം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന റേഞ്ചും ഏകദേശം അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 51.6 എന്നൊരു റേഞ്ചിലാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമായത്. നമ്മൾ പല കമ്പനികളും ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് സീൻ എ മേജർ സെൽ ഓഫ്. ഇതിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡായിരുന്നു ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ട് വന്നു, കനത്ത സെല്ലിംഗ് കണ്ടു. അതിന് മുൻപ് നമ്മൾ HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഇതിലൊക്കെ നമ്മൾ കനത്ത സെല്ലിംഗ് കാണാൻ ഇടയുണ്ടായി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് 53 രൂപയിൽ വളരെ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതേ റെസിസ്റ്റൻസ് ലെവലിൽ സെപ്റ്റംബറിലും
ഒക്ടോബർ മാസത്തിൽ ഇതേ ലെവലിലോട്ട് എത്തിയതിനു ശേഷമായിരുന്നു നമ്മൾ സെല്ലിംഗ് പ്രഷർ കണ്ടത്. സോ നമ്മൾ എന്താ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ 50 പൈസ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. 50 രൂപ 50 പൈസയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ബട്ട് അറ്റ് ദ സെയിം ടൈം 53 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ then we can consider new long position.